നമസ്കാരമുണ്ട്. ഞാൻ ഈ സിനിമയ്ക്കകത്തെ കഥാപാത്രമൊന്നും അല്ല കേട്ടോ. ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പും ഇടയ്ക്കിടയ്ക്കൊക്കെ കഥ പറയുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ. വലിയ വലിയ സിനിമയിലൊക്കെ ശ്രീനിവാസ സാറും രഞ്ജിത് സാറും ഒക്കെ ഈ കഥ പറച്ചിൽ ഏർപ്പാട് നടത്താറ്. ഉദാഹരണത്തിന് മീശമാധവ സിനിമ തുടങ്ങുമ്പം രഞ്ജിത് സാറ് പറയുന്ന ആ ഡയലോഗ് കേട്ടിട്ടില്ലായോ? അത് കേൾക്കുമ്പോ തന്നെ ഒരിതാ. ഞാനാ കേട്ടോ ഈ സിനിമാ പടത്തിന്റെ കഥാപ്രസംഗം നടത്തുന്നത്. അതിലിപ്പം നീ ആരാവേ, നിനക്കെന്നതാണ് അതിനുള്ള യോഗ്യത എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാ ഈ വെള്ളക്കല്ല് ഷാപ്പിലെ പറ്റുപടിക്കാരന് എന്നതാ യോഗ്യത? കടം പറഞ്ഞിട്ടാണേലും എരന്നിട്ടാണേലും എല്ലാ ദിവസവും കുടിക്കും. പക്ഷേ അത് തന്നെ പാമ്പിന്റെയും പാവാടയുടെയും കഥ പറയാൻ ഏറ്റവും നല്ല യോഗ്യത. അയ്യടാ നല്ല കോലം. ഭിത്തിയെ പിടിപ്പിക്കുന്ന ടി വി വാങ്ങിക്കഴിഞ്ഞാൽ നന്നായി. ഇല്ലേ ഭിത്തി ഉൾപ്പെടെ പറിച്ചു വെച്ചേ. ഇതെന്നാ കഴിഞ്ഞ ജന്മം വവ്വാലായിരുന്നു. ദാഹിക്കും. ഇന്നലെ ടാങ്കർ ലോറിയിൽ ഡീസൽ അടിക്കുന്ന മാതിരി വലിച്ചു കയറ്റുമ്പോ ആലോചിക്കണമായിരുന്നു രാവിലെ ദാഹവും പരവേശമൊക്കെ ഉണ്ടാവുമെന്ന്. ഒരു കോപ്രായെന്ന് കാണിച്ചു വെച്ചിട്ട് പിള്ളേ ഇനി തള്ളക്ക് വിളി തുടങ്ങും. വരുന്നു സ്വന്തം മനുഷ്യനെ കൊല്ലാനായിട്ട്. എന്താ ഇത്ര അത്യാവശ്യം? ഇതിലൊന്ന് കൈവച്ച് പൊക്കി. വേണ്ട കാലത്ത് കാരണവന്മാർ കൈവച്ചിരുന്നെങ്കിൽ ഇപ്പോഴീ കൂത്ത് കാണിക്കുകയല്ലായിരുന്നു. അല്ല, ഞാൻ അറിയാൻ കഴിഞ്ഞിട്ട് ചോദിക്കുക, ഈ വീട്ടിലെ സാധനങ്ങൾക്ക് എന്തോ കയ്യും കാലും ഉണ്ടോ? രാവിലെ ടി വി ആണെങ്കിൽ ശീർഷാസനത്തില്, ഫ്രിഡ്ജ് വേണ്ട പത്മനാഭസ്വാമിയെ പോലെ അനന്തശയനത്തില്, ഷൂസ് ഒരെണ്ണം പാലായിലാണെങ്കിൽ മറ്റൊരെണ്ണം പള്ളിക്കത്ത്. മാറിക്കൊണ്ട് മാറി. ഇത്രേ ഉള്ളൂ. കറക്റ്റ്. ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തു? രാത്രി ഒന്ന് തുറക്കാൻ നോക്കിയതാ. എന്തോന്നിന്? ഉത്സവം ഉണ്ടാക്കാൻ. ഈ മുട്ട എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് കണ്ടുപിടിച്ചോട്ട് തത്തക്ക് വിളിക്കണം. ആ തട്ടുകടക്കാരൻ വന്നിപ്പുണ്ട്. എന്റെ കുഞ്ഞുമ്മയുടെ നായര്. മനുഷ്യനായി ഇത്ര ബൂട്ടയുടെ അത്രയും വെളിവെങ്കിലും വേണം. ഇന്നലെ ഇപ്പൊ പ്രത്യേകിച്ച് എന്നാ പറ്റിയത്? ബാബു സാറേ, ആ ആംലെറ്റിന്റെ സ്പീച്ച് ഒന്ന് കാച്ചിക്കേ. To be or not to be, that's the question. Whether it's noble in the mind to suffer the slings and the arrows of outrageous fortune. ആരാണ് ഇത്? അത് നമ്മുടെ പാവാടയാ, ഒരു പ്രത്യേക ക്യാരക്ടറാ. By sleep to save the end, the heartache and thousand natural shocks. സുരിയപ്പാ, എന്താ സാർ? ബാബു സാർ നല്ല ഫോമായിട്ട് വരുന്നുണ്ടല്ലോ, ഒന്ന് നോക്കണേ. ഹലോ, ഞാൻ മാനേജറാണ്. എന്തൊരു ശല്യോടോ, ചെവിതല കൽപ്പിക്കലല്ലോ. ആ ടി വി ഒന്ന് ഓൺ ചെയ്ത്. മേലാട വേണം, പാവാട വേണം, മേലാട വേണം, പഞ്ചാരപ്പനങ്കി. ടി വി ഇയാളുടെ തറവാട്ട് സ്വത്താണോ? ഇയാള് പറയുമ്പോ ഓഫാക്കാനും ഓണാക്കാനും.
ചവിട്ടുകാരൊന്നുമല്ല, ബാലയും വില്ലടിച്ച പാട്ട് വരെ നടക്കും. ഒന്ന് സുരേഷ് സാറിനെ വിളിക്കുന്നത്. പിള്ളാച്ച ചുമ്മാരി. അളിയത് പോലീസ് വേഗം വാ. എടാ ഓടി വാടാ. എടാ വേഗം വാ. അങ്ങനെ ബാബുവിന്റെ മാത്രം തലേ കയറേണ്ട കാര്യമില്ല. ആ തല്ലുള്ളിൽ പ്രൊവോക്കേഷൻ ഉണ്ടാക്കാൻ വന്നിട്ടല്ലേ. വക്കീലെ, കുടിച്ചിട്ടൊന്നും അലമ്പുണ്ടാക്കിയ പോലീസുകാർ കൈയും കെട്ടി നോക്കിക്കാൻ പറ്റില്ല. പറഞ്ഞത് വക്കീലിനോടാണെങ്കിലും അതിന്റെ സൂചിമുന നീളുന്നത് എങ്ങോട്ടാണെന്ന് മനസ്സിലായി. The needle of accusation leads to Mr. Babu Joseph, his venerable teacher, and unfortunately, that is me. നേരെ ചൊവ്വേ ജീവിക്കാനാണ് സാറേ ആദ്യം പഠിക്കേണ്ടത്. നേരെ ചൊവ്വേ ജീവിക്കണമെന്ന്. ഉപദേശി. പഠിപ്പിച്ച അധ്യാപനെ പറ്റി ഇങ്ങനെ പറയാൻ ഇഷ്ടമുണ്ടായിട്ടല്ല പിള്ളേച്ച. പക്ഷെ ഈ പോക്ക് വലിയ കഷ്ടം. പറഞ്ഞ കേക്കട്ടായോ സാറേ, അറിയാമല്ലോ. Where is my bill, Mr. Manager? Give me my bill. ബില്ല്. Mr. Manager, you're a wonderful, wonderful person. അതെ, ഇന്നിന് വേണ്ട, ഒരുപാട് രാത്രിയായി. പറയാനുള്ള തെറി പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ അത് കിടന്ന് കഴിക്കും. Wake up! Wake up! കറക്റ്റ് കൊണ്ട് ചില്ലുമേടയിലോട്ട് ഇനി മനുഷ്യപുത്രനെ കൊണ്ട് കല്ലെറിയിക്കരുത്. തുറന്നു. ബാക്കിയുള്ളവന്റെ ജീവിതത്തിലെ മൊത്തം ഉറക്കവും കെടുത്തി വെച്ച് സുഖിച്ചു കിടന്ന് ഉറങ്ങുമല്ലയോ. താമസിച്ചപ്പോ വരികയില്ലെന്ന് കരുതിക്കാം. മനഃപൂർവ്വമല്ല, അത്യാവശ്യമായിട്ട് ഒരു അടി ഉണ്ടാക്കേണ്ടി വന്നു. ഇപ്പൊ പോവാ. ഭയങ്കരമായിട്ട് വിശക്കുന്നതുകൊണ്ട് മാത്രം. സന്തോഷിക്കണ്ട, നാളെയും വരും. ചാവുന്നത് വരെ. നീ ചത്ത നിന്റെ ശവക്കുഴി വന്ന് ഞാൻ ചീത്ത വിളിക്കും. ഇനി ഞാനാണ് ചാവുന്നതെങ്കിൽ നിന്റെ സ്വപ്നങ്ങളിൽ വരും പ്രയത്നം പോലെ. Like the witches of Macbeth. മതി മതി മതി, ഇപ്പൊ ഞാൻ പോണോ? പറഞ്ഞല്ലോ. I'll come back. I'll come back for you. കുഞ്ഞെ, അതെ, ഇപ്പഴേ നല്ല ഫിറ്റാ. ഞാൻ വണ്ടി എടുത്തോളാം, അങ്ങോട്ട് നീങ്ങിയിരിക്കെ. ഇതെന്റെ വണ്ടി. ഈ സീറ്റേൽ വെച്ചിരിക്കുന്നത് എന്റെ കുണ്ടി. ഇത് രണ്ടും കൊണ്ട് വീട്ടിലോട്ട് ചെല്ലാൻ എനിക്ക് അറിയാം. കേരള ഞങ്ങളുടെ കൈ കിട്ടോളാം, നിന്നെ ഞങ്ങൾ എടുത്തോളാം. നിന്നെ വീട്ടിൽ പോടാ. നീ പോടെ പാവാട ബാബു, പറ മാറി പോടെ പാവാട. പോഴി കണ്ടവരെ തിണ്ണ കയറി തൂറാൻ വന്നിരിക്കണം. ആ ചെക്കിങ് ഇതാ. ഞാനിപ്പോ വരാം. പാവാടാന്നൊക്കെ കേൾക്കുമ്പോ നിങ്ങൾ വിചാരിക്കും ഇതെന്നെ അലമ്പ് പേരാണ്. അതിനേക്കാൾ അലന്ന പേരുള്ള കുടിയന്മാരുണ്ട് ഇവിടെ ഈ കേരളത്തിൽ തന്നെ. പാമ്പ് ജോയി.